ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനും അങ്ങനെ കുഴപ്പമില്ലാതെ പോണു, അൽഹംദുലില്ലാ. ഇന്ന് എൻ്റെ ഫാമി ദീദിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്. ഈ മാസമാണ്, പക്ഷെ ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. നൈറ്റ് ഒരുപാട് സമയമായതുകൊണ്ട് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ പോവാം, ഓണം ആയതുകൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 12 മണി വരെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ മൂഞ്ചിട്ടോ, ലുലു മാളും സ്മാർട്ട് ബസാറും ഒന്നുമില്ല. ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒലോക്കോട് ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. കേക്കും കുറച്ച് ഗിഫ്റ്റും മേടിച്ചിട്ട് പോകാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ ഒലോക്കോട് ഒരു ബേക്കറിയിൽ വന്നിട്ട് കേക്ക് പറയാനിട്ട്, എത്ര തന്നെ ഫ്ലേവർ ഉണ്ടെങ്കിലും എന്തൊക്കെ തന്നെ പുതിയതായി ഇറങ്ങിയാലും എനിക്ക് ആദ്യം മുതൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ എന്ത് വന്നാലും അതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ എനിക്കാണെങ്കിലും ഇനിയിപ്പോൾ ആർക്കെങ്കിലും മേടിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് മേടിക്കാറുള്ളത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മേടിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മക്കൾ ഡോണറ്റ് കണ്ട് എന്തോ ആണെന്ന് കരുതി അത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കരയുന്നുണ്ട്. കുട്ടികൾ ചോദിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തു. അവരൊന്നും കഴിച്ചില്ല കേട്ടോ. അത് സഫ്രി ഗുലാബ് ജാമുൻ വേണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കേക്കിൽ അവർ പേര് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട വേറെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് രാത്രിയായിട്ടോ. പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് മേടിച്ചതിൽ അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. കുഴപ്പമില്ല, പിന്നെയും രാത്രി ആയതുകൊണ്ട് ഒരു ഷോപ്പും മാളും ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇൻഷാ അല്ലാ ഇനിയും സമയമുണ്ട്, നോക്കാം. അങ്ങനെ അതായത് എൻ്റെ നല്ല സമയങ്ങളിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്മാരും സങ്കട സമയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഏറ്റവും മോശ സമയത്ത് എൻ്റെ കൂടെ നിന്ന ഒരു ദീദിയാണ്. അതുമാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ഇഷ്ടമാണ്. പെട്ടെന്ന് ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ ഞങ്ങൾ പരിചയമായിട്ട്. എന്നാലും ഒരു ബ്ലഡ് റിലേഷൻ പോലെ, അങ്ങനെ എന്തോ ഒരു മുൻജന്മ പരിചയം എന്നൊക്കെ പോലെ അങ്ങനെ ഒരു റിലേഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു രാത്രി തന്നെ പോകാമെന്ന് പറഞ്ഞത്. ആദ്യം സമ്മതിച്ചിരുന്നില്ല, രാത്രി ആയിരുന്നു പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് അവരെത്ര ഇഷ്ടമാണെന്ന് ആൾക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ആൾക്കറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിച്ചിട്ട് പോയതാണ്. കടക്കാർക്കും ഉറക്കമുണ്ട്, ഞങ്ങൾക്കും ഉറക്കമുണ്ട്. ഇനിയിപ്പോൾ അവർ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, അവർക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ പോയി നോക്കണം. അങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് ഹാപ്പിയായി. ബാഗായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചത്. ബാഗും ഒരു കമ്മലുമായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. മക്കാനിലാണ് കേട്ടോ അവരുടെ വീട്. മക്കാൻ തൊടി എന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു ദർഗയുണ്ട് അവിടെ. പിന്നെ ശാരദ നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലുണ്ട് അവിടെ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ നിന്ന് സഫ്രി ഷോളൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ ഉറങ്ങിയാലും ശരി, നമ്മൾ തട്ടി തുറപ്പിക്കാന്ന് പറഞ്ഞിട്ട്. സമയം ഇപ്പോൾ ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ. അവരുടെ വീട് ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് വീട്. എൻ്റെ മകൻ പറയാ സൗണ്ട് ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. പക്ഷെ അവരൊക്കെ ഉറങ്ങിക്കാണും, എന്തായാലും നേരത്തെ കിടക്കുന്നവരാണ്. ഞങ്ങളെ മാതിരി ഇല്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. മോള് പേടിച്ച് നടക്കുന്നുണ്ട്. അയാനൊരു പേടിയില്ല, ഞങ്ങൾ ബാക്കിലുള്ളത് കൊണ്ടാണ് ആൾക്കൊരു ധൈര്യം. അവരെല്ലാവരും തന്നെ നല്ല അടിപൊളി ഉറക്കമായിരുന്നു. ആദ്യം ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ തന്നെയായിരുന്നു താമസം. ഞങ്ങൾ ഇവരുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അവർ മക്കാനിലേക്ക് പോയതാണ്. ഇപ്പോൾ ഇവിടെയാണ് അവർ താമസം. അപ്പോൾ എന്തായാലും അതിൽ തട്ടി നോക്കുക. സഫ്രി ആദ്യം താത്താ എന്ന് പറഞ്ഞ് തട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തട്ടി അവരിന്ന് തുറക്കില്ല, നീ മാറുമെന്ന് പറഞ്ഞ് 2 തട്ട് നന്നായി തട്ടിയപ്പോഴാണ് ഡോർ തുറന്നത്. അങ്ങനെ അവരുടെ ഒരു പ്രൈവസി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അവരെയൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഹാപ്പി ആയിട്ട് ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതുപോലൊരു സർപ്രൈസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതും നമ്മൾ ഈ സമയത്ത് പോകുന്ന പാവം ഒരിക്കലും വിചാരിച്ചില്ല. അതിനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വെച്ചിട്ടോ അവിടെ ഉറങ്ങുന്നവരൊക്കെ വിളിച്ചു വിട്ടു. എൻ്റെ അമ്മിക്കുട്ടി നല്ല ഉറക്കമാണ്. അവളെ അയാൻ വിളിച്ചു വിട്ടു, കേക്കൊക്കെ കൊടുത്തു. കുട്ടി എന്താ നടക്കണമെന്ന് അറിയാതെ ഷോക്കായിട്ട് നോക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഉമ്മാനെ അടുത്ത് അവൾ തോളി ചായന് കിടക്കുകയാണ്. കുട്ടിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. കുട്ടി മാത്രമല്ല അവരും നല്ല ഉറക്കമായിരുന്നു. ഇടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചു ബായ് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് അവർ കേക്ക് കഴിച്ചിട്ട് അവിടെ നിന്ന് കൈയൊക്കെ കഴുകണം. റോട്ട് പൈപ്പിൽ നിന്ന് കൈ കഴുകണം. ഇപ്പോൾ എവിടെയെന്ന് നമ്മുടെ അവിടെയൊന്നും സ്ട്രീറ്റിൽ ഇതുപോലെ പൈപ്പുകൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ അപൂർവം ഒന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു അതിശയം പോലെയാണ്. ആദ്യമൊക്കെ റോഡുകളിൽ അവിടെ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അതുപോലും ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കാണുന്നത് ഒന്ന്. അങ്ങനെ കൈയും വായും ഒക്കെ കഴുകിയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. സമയം 1:10 വീടെത്തുമ്പോൾ. അപ്പോൾ ശരി, ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം. സഫ്രി നന്നായിട്ട് കണ്ണാടി വഴി നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.